അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പലരും കമന്റ് സെക്ഷനുകളിൽ വിഷമങ്ങൾ അറിയിക്കുന്നുണ്ട്. ഉസ്താദെ ദാരിദ്ര്യത്തിലാണ് ഉസ്താദെ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലാണ് ഉസ്താദെ, സഹിക്കാൻ കഴിയണില്ല, കടത്തിന്റെ വക്കിലാണ്. അതുപോലെയുള്ള വിഷമങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദെ എനിക്ക് 3 കോടി രൂപ കടമുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് കാണുന്നുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എല്ലാ തരത്തിലുമുള്ള മുസീബത്തുകളും വിഷമങ്ങളും ദുഃഖങ്ങളും മാറിക്കിട്ടാൻ, അതിന് അല്ലാഹു ഖൈറായ ഒരു വഴി നമ്മിലേക്ക് അടുപ്പിച്ചു തരാൻ, ഖൈറായ ഒരു വഴി നമ്മിലേക്ക് തരാൻ സഹായകമാകുന്ന അത്ഭുതകരമായ ഒരു ദിക്റാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ഏതാണ് ആ ദിക്ർ എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അത് ജീവിതത്തിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നാലുള്ള ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള സർവ്വ ദാരിദ്ര്യങ്ങളും അല്ലാഹു മാറ്റിത്തരുന്നതാണ്. അതുമാത്രമല്ല, 99 പരം രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അതില്ലായ്മ ചെയ്യും. ഇത് പല വീഡിയോകളിലും ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അത്ര വലുതാണ്. എത്ര പറഞ്ഞാലും തീരില്ല പ്രിയപ്പെട്ടവരെ. അത് വിശ്വാസത്തോടെ ഈമാനോടെ ചൊല്ലുക. ഞാൻ പറയുന്ന ഓരോ ദിക്റുകളും, സ്വലാത്തുകളാകട്ടെ, ഇസ്മുകളാകട്ടെ, പല വീഡിയോകളിലായി പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ അത് ഈമാനുള്ള മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്, മുസ്ലിമീങ്ങളോടാണ്. വെറും പേരുകൊണ്ട്, നാമം കൊണ്ട്, നാമധാരിയായതുകൊണ്ട് മാത്രമുള്ള മുസ്ലിമീങ്ങളോടല്ല. അല്ലാതെ ഈമാൻ കൊണ്ട് ഇസ്ലാമായി, മുസ്ലിമായി, യഥാർത്ഥ അള്ളാഹുവിനും റസൂലിലും വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളോടും മുഅ്മിനീങ്ങളോടും മാത്രമാണ് എൻ്റെ ഈ വീഡിയോ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ടവരെ, മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. മൻ ഖാല ലാ ഹൗല, ഈ ലാ ഹൗല എന്ന് പറയുന്ന ദിക്ർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് കാനത്ത് ലഹു ദവാഉൻ മിൻ 99 ദാഅ, അവന് ആ ലാ ഹൗല എന്ന് പറയുന്ന ദിക്ർ അവന് മതിയാകുന്നതാണ്. ഏതായിട്ട് 99 പരം രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് അവൻ അത് മതി എന്നാണ് പ്രിയപ്പെട്ടവരെ. ഐസർഹുമാ അൽ ഹം, അതിൽ ഏറ്റവും ചെറിയ രോഗം ഏതെന്നറിയോ? അത് ഹമ്മാണ്, ടെൻഷനാണ്. ടെൻഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്ര പേരെ നമുക്കറിയാം. ടെൻഷൻ കൊണ്ട് ആവലാതിപ്പെടുന്ന, വേവലാതിപ്പെടുന്ന, ദുഃഖിക്കുന്ന എത്ര ആളുകളെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയും. അവർക്കൊക്കെയും ഇൻഷാ അല്ലാഹ് ഇത് പഠിപ്പിച്ചു കൊടുക്കുക. അത് ഉപകാരപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ. അത് ഉപകാരപ്പെടേണ്ട ദിക്റാണ്. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അത് മാത്രമല്ല, അടുത്തൊരു ഹദീസ് കേട്ടോളൂ. മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരാൾ പറഞ്ഞാൽ എത്ര പ്രാവശ്യം? 100 മറ, 100 പ്രാവശ്യം. ഫി കുല്ലി യൗമിൻ, എല്ലാ ദിവസവും മുടങ്ങാതെ 100 പ്രാവശ്യം ലാ ഹൗല എന്ന് പറയുന്ന അത്ഭുതകരമായ ഈ ദിക്റിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ലം യുസിബുഹു ഫഖ്റുൻ അബദാ, അവൻ ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല. ദാരിദ്ര്യം പടച്ച റബ്ബ് കൊടുക്കൂല. കാരണം അത്രയ്ക്ക് അത്ഭുതകരമായ ദിക്റാണ് പ്രിയപ്പെട്ടവരെ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് പറയുന്ന അത്ഭുതകരമായ ഈ ദിക്ർ. അല്ലാഹു പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. നമ്മൾ പറഞ്ഞു 99 പരം രോഗങ്ങൾക്ക് ഇത് മരുന്നാണ്. ഈ ഒരു ദിക്ർ, അതിൽ ഏറ്റവും ചെറിയ രോഗമെന്ന് പറയുന്നത് അത് ഹമ്മ്, ടെൻഷനാണ്. നമുക്കൊക്കെയും ടെൻഷനാണല്ലേ. ആ ടെൻഷനൊക്കെ മാറ്റാൻ ഒരു വിദ്യയാണ് പ്രിയപ്പെട്ടവരെ, ഒരു മരുന്നാണ്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ കൊണ്ടുവന്നോളൂ. ദിവസം 100 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് ഈ ലാ ഹൗലയെ മുറുകെ പിടിച്ചോളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വവിധ ഭാഗ്യങ്ങളും നമ്മിലേക്ക് വന്നു ചേരും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. ഒരുപാട് പേരാണ് പ്രിയപ്പെട്ടവരെ കമന്റ് സെക്ഷനുകളിൽ വസിയത്ത് അറിയിക്കുന്നത്. അല്ലാഹു അവർക്കൊക്കെയും എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷമുള്ള, സമാധാനമുള്ള, സംതൃപ്തിയുള്ള ഒരു ജീവിതം പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.